ഹായ് ഡിയേഴ്സ്, ഇത് കുറച്ച് ദിവസം മുന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു നമ്മുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ചെറിയൊരു കൈകൊട്ടിക്കളി ടീമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ ടീമിലുള്ള എല്ലാവരും തമ്മിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ക്രിസ്മസ് ഫ്രണ്ട് സെലക്ഷനും അതുപോലെ തന്നെ പുതിയൊരു ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടിയായിരുന്നു കേട്ടോ. അപ്പം അതിനൊക്കെ മുന്നേയായിട്ട് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. നമ്മുടെ ഓഫീസിനടുത്ത് തന്നെയുള്ള ഒരു സാറാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ പെട്ടെന്ന് ആവശ്യം വന്നാലൊക്കെ ഓടി അവിടെയാണ് ചെല്ലുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടി അവിടെയാണ് ചെല്ലുന്നത്. നമുക്ക് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഐറ്റംസും ലേഡീസിന് വേണ്ട ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ വാങ്ങിച്ചു. വീണ്ടും തിരിച്ച് കഥയിലേക്ക് വരാം. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിന്. കാരണം ഇതിനകത്ത് കുട്ടികൾ സ്റ്റുഡൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് അതായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ബഡ്ജറ്റിൽ നല്ല ക്യൂട്ട് ഐറ്റംസ് നമുക്കിപ്പോൾ കാണാം. കാരണം നല്ല രസമാണ് കേട്ടോ. അത് നമ്മുടെ ബഡ്ജറ്റിനൊത്തുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ തപ്പിപ്പോയി മേടിക്കും. ആ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഐറ്റംസൊക്കെ നോക്കി എടുക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മളൊരു രസകരമായ രീതിയിൽ, അതായത് അവരെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഇതാണ് എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല ഫണ്ണായിട്ട് ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചും ആ ഒരു ഡേ ഫുള്ളൊന്നും അല്ല, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ കൂടുന്നത്. അപ്പോൾ ആ ഒരു ടൈം വളരെ എൻജോയ്മെൻ്റാണ് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ. എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലയെ സ്നേഹിക്കുന്ന കുറച്ച് മാനാന സ്വദേശികൾ കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ടീമാണിത്. നമ്മൾ കുറേ ഒരു 10-35ഓളം സ്റ്റേജുകൾ കളിച്ചിട്ടുണ്ട്. ചെറിയ തൊട്ട് വലിയ സ്റ്റേജുകൾ വരെ കളിച്ചിട്ടുണ്ട്. ഒരു 8-10 പേരടങ്ങുന്ന ഒരു ടീമാണ് നമ്മളുടേത് കേട്ടോ. കിട്ടുന്ന സമയത്ത് ഓടി വന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ തന്നെയാണ്. പിന്നെ ഇത് ഓരോരുത്തരുടെയും ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യുകയാണ്. നല്ല ക്യൂട്ട് ഐറ്റംസ്. നമുക്ക് ഭയങ്കര ഇത് തോന്നും കേട്ടോ. ആ ഒരു റേറ്റിൽ നമ്മൾ പോയിട്ട് ഇതൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത രസമാണ്. ഇത് കിട്ടുന്ന സാധനത്തിൻ്റെ ഒന്നുമല്ല, ആ ഒരു മൊമെൻറ്റ് നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. പിന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിപ്പോൾ എല്ലാവർക്കും ടൈമിൻ്റെ പ്രശ്നമൊക്കെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കാണാതെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ അത് വീണ്ടും അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും കൂടി ഇങ്ങനെയുള്ള സൗഹൃദങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് എന്താ പറയുക, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റുകൾ. കുറേ നല്ല ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലർ ഐറ്റംസൊക്കെ കാണുമ്പോൾ തോന്നും അയ്യോ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പിരിഞ്ഞു. കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.